നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രചരണ വാഹനജാഥ സംഘടിപ്പിച്ചു. ഡിസംബർ 11 ചൊവ്വാഴ്ച രാവിലെ അരൂർ മാനവീയം വേദിയിൽ നിന്നാരംഭിച്ച വാഹനപ്രചരണ ജാഥ വൈകിട്ട് വയലാർ നാഗംകുളങ്ങരയിലാണ് സമാപിക്കുന്നത്. NREG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പവനനാഥൻ വാഹനജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജാഥ ക്യാപ്റ്റനായ NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി BK ഉദയകുമാറിനാണ് പതാക കൈമാറിയത്. കഴിഞ്ഞ മാസം 16 മുതൽ 26 മുതൽ ആലപ്പുഴ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തി. ഇപ്പോൾ നമ്മൾ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുന്നിൽ സമരത്തിലാണ്. ഇപ്പോൾ 346 രൂപയാണ് കൂലിയുള്ളത്. ആ കൂലി നമുക്ക് പോരാ. നമുക്ക് 600 രൂപ വേതനമാക്കി തരണമെന്നാണ് ഒരു ആവശ്യം. ഇന്ന് 346 രൂപ ഒന്നിനുമില്ല. ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മളുടെ വേതനം 600 രൂപ ആക്കണം. സുപ്രീം കോടതി 2018 പ്രഖ്യാപിച്ച വിധി പറഞ്ഞതാണ്. ഇന്ത്യയിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് 600 രൂപ കൂലി കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. 242 കോടിയായി നമ്മുടെ രാജ്യത്ത് തൊഴിൽ ദിനങ്ങൾ കുറച്ച ഗവൺമെന്റാണ് BJPയുടെ ഗവൺമെന്റ്. ആ തൊഴിൽ ദിനങ്ങൾ കുറച്ചെന്ന് മാത്രമല്ല, 1,18,000 കോടിയിൽ നിന്നിട്ട് 86,000 കോടിയായിട്ട് കുറച്ചു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് തൊഴിലുറപ്പ് ചെയ്യുമ്പോൾ ആ തൊഴിലുറപ്പിൽ കൂലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കൃത്യമായി കഴിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായിട്ടുള്ള NREG വർക്കേഴ്സ് യൂണിയൻ സമരമുഖത്ത് നിൽക്കുന്നത്. ജാഥ ക്യാപ്റ്റനായ NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി BK ഉദയകുമാറിനാണ് പതാക കൈമാറിയത്. തുടർന്ന് സ്വീകരണവും നടന്നു. തൊഴിൽ ദിനങ്ങൾ 200 ദിവസമാക്കുക, അർഹമായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, തൊഴിൽ സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാക്കുക, പ്രതിദിന കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കാർഷിക മേഖലയിലെ മുഴുവൻ ജോലികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു മുഖ്യ മുദ്രാവാക്യങ്ങൾ. യൂണിയൻ ഭാരവാഹി ഗീത ഷാജിയാണ് വൈസ് ക്യാപ്റ്റൻ. സുപ്രിയ രാകേഷ്, R ജീവൻ തുടങ്ങിയവരാണ് ജാഥ മാനേജർമാർ. ജാഥയുടെ സമാപന സമ്മേളനം നാഗംകുളങ്ങരയിൽ CPIM അരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് NP ഷിബു ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 17 രാവിലെ 9 മണിക്ക് കുത്തിയതോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരത്തോടനുബന്ധിച്ച് മാർച്ചും ധർണയും യൂണിയൻ സംഘടിപ്പിക്കും. അരൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ NK സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. CPIM അരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK അജയ് ഘോഷ്, CPIM പ്രവർത്തകരായ AA അലക്സ്, സീനത്ത് ഷിഹാബുദ്ദീൻ, കവിതാ ശരവണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പണിയിടങ്ങളിൽ മുഴങ്ങി അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.